ഹായ്, ഐ എം ജിൻസൺ ജേക്കബ്. ദ്വാപരയുഗത്തിലെ അസുരന്മാർ കലിയുഗത്തിന് അന്ത്യത്തിൽ പുനർജനിക്കുമെന്ന് കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കലിയുഗത്തിൻ്റെ അന്ത്യമാണെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ അവതരിക്കുന്ന അസുരന്മാരാരാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ബോധ്യമാകും. ഇന്ന് അസുരന്മാർ ചെയ്യുന്നതായിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ അസുരന്മാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ജനവിഭാഗം ഇന്ന് ലോകത്തിലുണ്ട്. അവരാണ് ഇസ്ലാമികൾ. അങ്ങനെ അസുരന്മാർ വളരെ ശക്തന്മാരായി മാറുമെന്ന് തന്നെയാണ് സത്യത്തിൽ കൃഷ്ണൻ പറയുന്നത്. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിൻ്റെ അന്ത്യത്തിലാണ് കൽക്കി വരേണ്ടത്. കൽക്കി എന്ന് പറയപ്പെടുന്ന അവതാരം ഒരു സംഹാരമൂർത്തിയാണ്. അതായത് ഈ അസുരന്മാർ വളരെ ശക്തരായിട്ട് അതിശക്തമായിട്ട് അവരുടെ ഭരണം ലോകത്തിൽ നടക്കുകയും ബാലമരണങ്ങൾ, കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ വഴിപിഴപ്പിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ലാത്ത വിധത്തിൽ അവർ അതൊക്കെ ഒരു സാധാരണ സംഭവമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമാണ്. ഈ അധർമ്മം വളർന്നിട്ട് ധർമ്മം നശിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ധർമ്മം ഇങ്ങനെ നശിച്ചു കഴിയുമ്പോഴേക്കും സാധുക്കളായിട്ടുള്ള ജനവിഭാഗങ്ങൾക്കെല്ലാം നാശം സംഭവിക്കുക. ആ കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്.